നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ഏത് രീതിയിലേക്കാണ്? നോക്ക്, നമ്മളിപ്പോൾ ഈ അടുത്ത സമയത്താണ് 13 വയസ്സുള്ളൊരു പെൺകുഞ്ഞിനെ അതിൻ്റെ സ്വന്തം അച്ഛൻ ഒരു ദൈവവും വിചാരിക്കാതെ റേപ്പ് ചെയ്ത ഒരു വാർത്ത നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ ദേ 15 വയസ്സായ ഒരു കുഞ്ഞിനെ, 15 വയസ്സ് മാത്രമേ അവൾക്ക് പ്രായമുള്ളൂ, സ്വന്തം അച്ഛൻ തന്നെ 2, 3, 4 തവണ അതിനെ റേപ്പ് ചെയ്തു. കുഞ്ഞിനോട് ഇതാരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പാവം, അത് പേടിച്ചിട്ട് കുട്ടി ആരോടും ഈ രഹസ്യം പറഞ്ഞില്ല. സംഭവം നടക്കുന്നത് ഇവിടെ കൊളത്തൂപ്പുഴയിലാണ്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയാണെന്ന് തോന്നുന്നു. കൊളത്തൂപ്പുഴയിൽ നടക്കുന്ന സംഭവമാണ്. അങ്ങനെ കുട്ടി പേടിച്ചിട്ട് ഇതാരോടും പറഞ്ഞില്ല. ഒടുവിൽ സ്കൂളിൽ കൗൺസിലിംഗ് വന്നപ്പോഴത്തേക്ക് കൗൺസിലറോടാണ് കുട്ടി ഈ ഒരു സത്യം തുറന്നു പറയുന്നത്. എന്തല്ലേ, ശരിക്കും കുട്ടിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കുഞ്ഞ് ആരോടും പറഞ്ഞില്ല, പെറ്റ തള്ളയോട് പോലും പറഞ്ഞില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദനയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ ചെയ്ത പ്രവൃത്തിയും കൂടി കുട്ടിക്ക് പറയേണ്ടി വരും എന്നറിയാം. അപ്പോൾ അച്ഛൻ കൊന്നുകളയോന്നല്ലേ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വച്ചിരിക്കുന്നത്. അത് പേടിച്ചിട്ട് ഈ പാവം കൊച്ച് ആരോടും പറഞ്ഞില്ല. ഇവനെയൊക്കെ എന്ത് തന്താ, ഇവനെയൊക്കെ എങ്ങനെ അച്ഛാന്ന് വിളിക്കുന്നത്? ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ആ തള്ളയുടെ സ്ഥാനത്ത് ഞാനങ്ങനെ ആയിരുന്നെങ്കിലുണ്ടല്ലോ, വെട്ടിക്കളഞ്ഞാനെ ആ പറഞ്ഞ സാധനം. പിന്നെ പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ചിട്ട് ഒരു ലെന്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ലെന്ത് വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഷോർട്ട് വീഡിയോയുടെ അങ്ങ് താഴെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഒരു റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് കയറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെന്ത് വീഡിയോ നേരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പല എൻ്റെ നല്ല നല്ല വീഡിയോകളൊക്കെ, ഒരുപാട് നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യുന്നത് മറ്റു പലരും കയറി കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ കൊതിയുന്നുണയൊക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കാണും. പക്ഷെ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഇടുമ്പോൾ അതിന് വേണ്ടത്ര വ്യൂസ് വരുന്നില്ല. ശരിക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ എല്ലാവരും കാണണം, എല്ലാവരും അറിഞ്ഞിരിക്കാനുള്ള ഒരുപാട് മെസ്സേജുകളൊക്കെ ഞാൻ അതിൽ വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക.